Good morning. Okay, Jishna. Good morning, Amani, Astana. Good morning, Saranya. Okay, Sanjana. Good morning. Okay, Dikshita. Dikshita, good morning. Okay. ശരി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പ്രീതി, ഓക്കെ, ഗുഡ് മോർണിംഗ്. ഭക്ഷണമൊക്കെ കഴിച്ചാ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെയും കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും കഴിച്ചു അല്ലേ? ക്ലാസ്സിൽ റെഡി ആയിട്ട് അറിയിക്കാനുണ്ട് എല്ലാവരും. ഓക്കെ, കഴിച്ചു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? മഴയുണ്ടായിരുന്നു അവിടെ? നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ. അവിടെയൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടായിരുന്നോ? മഴയുണ്ടാ? അവിടെ ഇവിടെ മഴയുണ്ട്. എനിക്കില്ല. ഓക്കെ. ആ, ഓക്കെ. ഗുഡ് മോർണിംഗ്. ആ, ഇന്നലെ നല്ല മഴയായിരുന്നു. നല്ല മഴ. ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മള് ഏഷ്യന്റെ കൗൺസിലർ വരെയാണ് ലിസ്റ്റ് തുടങ്ങി വെച്ചത് അല്ലെ? ഏഷ്യൻ കൗൺസിലർ വരെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം അല്ലെ, ആരാണ് പേഷ്യൻ കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ആരോഗ്യ വിവരങ്ങൾ അല്ലെ, അവർക്ക് വേണ്ട വൈകാരികമായിട്ടുള്ള പിന്തുണ അല്ലെ, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക അല്ലെ, വൈകാരികമായിട്ടുള്ള പിന്തുണ, പിന്നെ അവർക്ക് അവയർനെസ് കൊടുക്കുക അല്ലെ, അതുപോലെ തന്നെ അഡ്വക്കേസി അല്ലെ, എന്നിവയെല്ലാം കൊടുക്കുന്നതിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എന്താണ് ഹെൽത്ത് പ്രൊഫഷണലിനെയാണ് നമ്മൾ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരെ നമുക്ക് എന്തൊക്കെ പേര് പറയാം? എന്തൊക്കെ പറയാം നമുക്ക്? പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയാൻ മറ്റു പേരുകൾ കേട്ടോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഏതൊക്കെയാണ്? പേഷ്യന്റ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പേഷ്യന്റ് ലിസോൺ. ഓക്കെ, ശരി, കറക്റ്റ് ആണ് കേട്ടോ. പേഷ്യന്റ് അഡ്വക്കേറ്റ് അഥവാ പേഷ്യന്റ് ലിസോൺ എന്ന് നമുക്ക് പറയാം. ലിസോൺ എന്ന വാക്കിന്റെ അർത്ഥം ബന്ധം എന്നാണ് കേട്ടോ. റിലേഷൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, റിലേഷൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ആ രണ്ട് പേരുകളും ഓർത്തു വെക്കാം. പേഷ്യന്റ് കൗൺസിലറിനോ അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്വക്കേറ്റ്, പേഷ്യന്റ് ലിസോൺ എന്നുള്ള പേരുകളൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് 7 പോയിന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. 7 പോയിന്റുകൾ. ഇതൊക്കെയാണ് 7 പോയിന്റുകൾ. ഒന്ന്, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്, പ്രൊവൈഡിങ് റിസോഴ്സസ്, കോർഡിനേറ്റിംഗ് കെയർ, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഇത്രയുമാണ് അതിനകത്ത് പഠിക്കാനുള്ള പോയിന്റ്. പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് അല്ലെ. എന്താണ്? ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ടു ദ പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്, ഹിയറിംഗ് ദെയർ കൺസേൺസ് അല്ലെ. അതായത് അവരുടെ ആശങ്കകൾ, നമുക്കറിയാം ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാനസികമായിട്ട് അല്ലെ, ശാരീരികമായിട്ട് നമ്മൾ വളരെ വീക്കായിരിക്കും, മാനസികമായിട്ട് നമ്മൾ വീക്കായിരിക്കും അല്ലെ. ആ ഒരു സമയത്ത് രോഗികൾക്ക് അവരുടേതായ ചില ആശങ്കകൾ ഉണ്ടായിരിക്കാം, ആൻസൈറ്റി, ഉത്കണ്ഠകളൊക്കെ ഉണ്ടാവാം അല്ലെ. അപ്പോ അവരുടെ ഈ പറയുന്ന കൺസേൺസുകള്, ആശങ്കകള് അതെല്ലാം തന്നെ കേട്ടുകൊണ്ട് ഈ പറയുന്ന പേഷ്യൻസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വൈകാരികമായിട്ട് പിന്തുണ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെയോ ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ് അല്ലെ. ഇത് കൂടാതെ രോഗനിർണയത്തിനും രോഗത്തെ നേരിടുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കേണ്ടത് ആരാണ്? പേഷ്യന്റ് കൗൺസിലറാണ് അല്ലെ. ഇപ്പൊ പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള ഗുഡ് മോർണിംഗ്, പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ, മെന്റലി സ്റ്റേബിൾ ആയിരിക്കണം. അതിന് വേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ട് ആര് കൊടുക്കണം? പേഷ്യന്റ് കൗൺസിലർ കൊടുക്കണം. ഓക്കെ, അത്രയുള്ളൂ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. അതായത് രോഗികളെയും
അവരുടെ കുടുംബാംഗങ്ങളെയും എഡ്യൂക്കേറ്റ് ചെയ്യാം. എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ രോഗാവസ്ഥയെ പറ്റിയിട്ട് അവരുടെ രോഗത്തിന്റെ നേച്ചർ എന്താണ്, അതുപോലെ അവരുടെ രോഗം എന്താണ്, അതിന്റെ അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകള്, അതിലൂടെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെതായ റിസ്കുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ട് അവർക്ക് എന്ത് കൊടുക്കണം, അവരെ അവെയർ ചെയ്യണം അല്ലെ, അവർക്ക് അവരതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ചികിത്സയുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതാണ് അവിടെ എഡ്യൂക്കേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other sides of their care. അതാണ് ഈ പറയുന്ന രോഗനിർണയമാണെങ്കിലും അവർക്കുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ് അല്ലെ, അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചികിത്സകള് ആൻഡ് അതർ സൈഡ്സ് ഓഫ് ദെയർ കെയർ അല്ലെ, അവരുടെ പരിചരണത്തിന്റെ മറ്റു പല വശങ്ങളെ പറ്റിയിട്ടും ഈ പറയുന്ന പേഷ്യൻസിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും എന്ത് ചെയ്യാം, എഡ്യൂക്കേറ്റ് ചെയ്യാം. അവർക്ക് അതിന് വേണ്ട അവയർനെസ് കൊടുക്കാന്നുള്ളതും ആരുടെ ഉത്തരവാദിത്വമാണ്? പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതാണ് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. പല കാര്യങ്ങളുണ്ടാവും, അവരുടെ രോഗത്തിന്റെ നേച്ചർ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ട്രീറ്റ്മെന്റിലൂടെ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടുകൾ എന്തൊക്കെയാണ്, അതുപോലെ പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ടാവും അല്ലെ. ഇതൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെതായ ചില ആസ്പെക്റ്റുകളെല്ലാം ഉണ്ടായിരിക്കും അല്ലെ. അതിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യണം, അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, പിന്നെന്താണ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന് അഡ്വക്കേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ പേഷ്യൻസിനെ എന്ത് ബാധിക്കാം എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു. അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങള്, അവരുടെ റിക്വയർമെന്റ്സുകള്, അവരുടെ താല്പര്യങ്ങള് അല്ലെ, അതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് അല്ലെ, അതിനെ പിന്തുണച്ചുകൊണ്ടായിരിക്കണം ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ത് ചെയ്യേണ്ടത്, പേഷ്യൻസിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ. അവരുടെ ആർക്ക് പിന്തുണ കൊടുക്കാം, പേഷ്യൻസിന് പിന്തുണ കൊടുക്കാം. ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ അഡ്വക്കേസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. The patient counselor is accountable for advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. എന്ന് പറഞ്ഞാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേഷ്യൻസിനെയും ഫാമിലീസിനെയും എന്താണ് അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പേഷ്യന്റ് കൗൺസിലർ. എന്നിട്ടോ ആ രീതിയിൽ ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ, ഈ പറയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക്, ആരോഗ്യ പരിചരണ സംവിധാനത്തിലോട്ട് അവരെന്ത് ചെയ്യാം, നാവിഗേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ അവരെ ഡയറക്ട് ചെയ്ത് വിടാം, ശരിയായി അവരെ ഡയറക്ട് ചെയ്ത് വിടാം. അതോടൊപ്പം തന്നെ മേക്കിംഗ് ഷുവർ ദാറ്റ് നീഡ്സ് ആർ മെറ്റ്, അവരുടെ ആവശ്യങ്ങള് അല്ലെ, അവരുടെ റിക്വയർമെന്റ്സുകള്, അവരുടെ ഇൻട്രസ്റ്റുകള്, അവരുടെ എക്സ്പെക്ടേഷൻസുകൾ എല്ലാം തന്നെ അവിടെ മെറ്റ് അല്ലെ നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണ്? പേഷ്യന്റ് കൗൺസിലർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതാണ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. നാലാമത്തെ പോയിന്റ് എന്താണ്? പ്രൊവൈഡിങ് റിസോഴ്സസ്. റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ ഉദ്ദേശിക്കുന്ന റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് കേട്ടോ. അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ്, സാമ്പത്തികമായിട്ടുള്ള എല്ലാ സ്രോതസ്സുകളെ പറ്റിയിട്ട് അവർക്ക് അറിവ് കൊടുക്കുക, അതിനുള്ളൊരു എന്താ പറയാ പിന്തുണ കൊടുക്കുക. നമുക്കറിയാം ഇപ്പൊ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് പാവപ്പെട്ട രോഗികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വല്ല ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ഒരു ട്രീറ്റ്മെന്റ് കോസ്റ്റ് അഫോർഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് വേണ്ട എന്താണ് ഒരു ഫിനാൻഷ്യൽ റിസോഴ്സുകളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇതിനൊക്കെ കണ്ടിട്ടില്ലേ, ഈ പറയുന്ന സഹായധന ഇതൊക്കെ രൂപീകരിക്കുന്നത് ചില പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. ആ രീതിയിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ടോ അതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതങ്ങനെ കേട്ടോ. The patient counselor is accountable for providing the patients and their families with the resources and information about the support groups, financial assistance and the other services that may be available to them. കേട്ടോ, അതായത് രോഗികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് കോസ്റ്റ് ബെയർ ചെയ്യാനായിട്ട് അവർക്ക് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കാത്ത സിറ്റുവേഷനൊക്കെ ഉള്ള രോഗികൾ ധാരാളം ഉണ്ടായിരിക്കും അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഫിനാൻഷ്യൽ റിസോഴ്സുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകളെ പറ്റിയിട്ട് അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ചില സപ്പോർട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം സപ്പോർട്ട് ഗ്രൂപ്പുകളെ പറ്റിയിട്ട് അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പിന്നെ അവർക്ക് ലഭ്യമായേക്കാവുന്ന മറ്റു പല സേവനങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ അവർക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തൊക്കെ സോഴ്സുകളിലൂടെ അവർക്കത് ഈ പറയുന്ന പോലെ പണം ലഭിക്കാനൊക്കെ എന്തൊക്കെ സാധ്യതകളുണ്ട്. തീരെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അവർക്ക് ലഭ്യമാക്കാവുന്ന എല്ലാവിധ സർവീസുകളെ പറ്റിയും അറിവ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതിന്റെ ഡ്യൂട്ടിയാണ് പേഷ്യന്റ് കൗൺസിലറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പ്രൊവൈഡിങ് റിസോഴ്സസ് കേട്ടോ. ദാറ്റ് മീൻസ് പ്രൊവൈഡിങ് റിസോഴ്സസ് കേട്ടോ, പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് കേട്ടോ അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് കോർഡിനേറ്റിംഗ് കെയർ. കോർഡിനേറ്റിംഗ് കെയർ രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങളെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഏകോപിപ്പിക്കുക അല്ലെ. The patient counselor is accountable for organizing care between healthcare providers and ensuring that patients receive the essential services and treatments. അതായത് ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ അവർക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഇടയിൽ എന്ത് ചെയ്യാം, അവർക്ക് കൊടുക്കാനുള്ള പരിചരണത്തിന് ഓർഗനൈസ് ചെയ്യാം അല്ലെ, കോർഡിനേറ്റ് ചെയ്യാം. ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, തെറാപ്പിസ്റ്റുകൾ ഉണ്ട്, സോഷ്യൽ സപ്പോർട്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അല്ലെ, മറ്റു മെഡിക്കൽ അനുബന്ധ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഈ പറയുന്ന പേഷ്യന്റിന് നല്ലൊരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ നല്ലൊരു പരിചരണത്തിന് നമുക്ക് കൊടുക്കാനുള്ള കെയറിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, ഓർഗനൈസ് ചെയ്യാം. പിന്നെയോ ആൻഡ് ഇൻഷുറിംഗ് ദാറ്റ് പേഷ്യൻസ് റിസീവ് ദ എസെൻഷ്യൽ സർവീസസ് ആൻഡ് ട്രീറ്റ്മെന്റ്. നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രം പോരാ, കോർഡിനേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പേഷ്യൻസിന് അവർക്ക് ഏറ്റവും നല്ല സേവനങ്ങള് അല്ലെങ്കിൽ അവർക്ക് ചികിത്സകള് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. അതിൽ കാര്യങ്ങൾ അവർക്ക് പരിചരണം ഉറപ്പുവരുത്താൻ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ക്വാളിറ്റി സർവീസ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ളൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ആർക്കുണ്ട്, പേഷ്യന്റ് കൗൺസിലർക്കുണ്ട്. ഓക്കെ, അതാണ് കോർഡിനേറ്റഡ് കെയർ എന്ന് പറയുന്നത്. സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് കേട്ടോ. ഇതാണ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ടുള്ള കെയർ പ്ലാനുകൾ, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യും. നോക്കുക, ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് ഫോർ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിനായിട്ടുള്ള ഒരു കെയർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്, പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ട്. എങ്ങനെയാണ് ഒരു കെയർ പ്ലാൻ തയ്യാറാക്കുന്നത്? നമ്മൾ വെറുതെ ഒരു കെയർ പ്ലാൻ തയ്യാറാക്കുകയാണോ? അല്ല, അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. എന്തൊക്കെ ചെയ്യണം? വിച്ച് ഇൻക്ലൂഡ് ഐഡന്റിഫൈ ദെയർ റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾസ് അല്ലെ. പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, അവരുടെ ഗോൾസ്, അവരെന്താണോ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങള്, അവരുടെ എക്സ്പെക്ടേഷൻസുകള്, അതെല്ലാം തന്നെ ആദ്യം എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം അല്ലെ, തിരിച്ചറിയണം. പിന്നെയോ and working with the health care providers to make sure that these needs are met. അത് മാത്രമല്ല, അവർക്ക് നല്ല പരിചരണങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം കെയർ പ്ലാൻ തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പൊ കെയർ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ രോഗികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരുടെ റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾസ് എന്താണ്, അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. എന്നിട്ട് വേണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു കെയർ പ്ലാൻ അവർക്കായിട്ട് തയ്യാറാക്കി. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻ കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, സെവൻത് പോയിന്റ് ഇതാണ് മോണിറ്ററിംഗ് പ്രോഗ്രസ് അല്ലെ. പേഷ്യന്റിന്റെ പ്രോഗ്രസിനെ എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യുക അല്ലെ. അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. നോക്കുക, the patient counselor is accountable for monitoring patient's progress അല്ലെ, evaluating their needs and making adjustments to their care plan as necessary. കേട്ടോ, പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ടുള്ള കെയർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, കെയർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്, മാക്സിമം എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ പ്രോഗ്രസ് എന്തിനെ കൊണ്ട് ചെയ്യണം, മോണിറ്റർ ചെയ്യണം അല്ലെ.
ഓക്കെ, ഇവാലുവേറ്റിംഗ് ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. അവരുടെ ആവശ്യങ്ങളൊക്കെ ഓക്കെ ആണോ, അവർക്ക് എല്ലാ ആവശ്യങ്ങളും അവിടെ നിറവേറ്റുന്നുണ്ടോ, അവർക്ക് അത് സാറ്റിസ്ഫൈഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ടു ദെയർ കെയർ പ്ലാൻ ആസ് നെസസറി, ആവശ്യത്തിനനുസരിച്ച് എന്താണ് അവരുടെ കെയർ പ്ലാനുകളില് അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുകയും ചെയ്യാം. ഓക്കെ, അവരുടെ ആവശ്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കെയർ പ്ലാനിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഓരോ പോയിന്റുകൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആരെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, പേഷ്യന്റ് സെന്റേർഡ് ആയിട്ട് അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് കൗൺസിലർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകൾ നിങ്ങൾ മാറിപ്പോകാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. ഓക്കെ ആണോ, എല്ലാ പോയിന്റുകളും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഇനി ഓവറോൾ the role of the patient counselor is to extend support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive the high quality care. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള റോളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു പേഷ്യന്റ് കൗൺസിലർക്ക് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം? ഓക്കെ, സ്കില്ലുകളാണ് നോക്കിയേ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, empathy and a deep understanding of healthcare systems and services are necessary for the success in this role. അപ്പൊ ഇങ്ങനെയുള്ള റോള് ഏറ്റവും സക്സസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആർക്കുണ്ടായിരിക്കണം? പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ എംപത്തറ്റിക് ആയിരിക്കണം അല്ലെ, വളരെ സഹാനുഭൂതിയോട് കൂടിയിട്ട് വേണം പേഷ്യൻസുമായിട്ട് എന്ത് ചെയ്യാനായിട്ട്, ഇടപഴകാനായിട്ട് അല്ലെ. അതിനേക്കാൾ ഉപരി എന്താണ്, they should have a deep understanding of healthcare system and services അല്ലെ. ഈ പറയുന്ന ആരോഗ്യ പരിചരണ സംവിധാനങ്ങളെ പറ്റിയിട്ട് വളരെ ആഴത്തിലുള്ള ഒരു അറിവും അവർക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു റോള് വളരെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ 5 പേരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഒന്ന് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് പറഞ്ഞത്, ദെൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, പിന്നെ പേഷ്യന്റ് കൗൺസിലർ. ഇപ്പൊ പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മാറിപ്പോവില്ല. കാരണം ആ പേര് അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, എല്ലാം പേഷ്യന്റിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ആര് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ള പോയിന്റുകൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആളുകൾ മനസ്സിലാവും പേഷ്യന്റ് കൗൺസിലർ ആണ്. പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ഒക്കെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോ എപ്പോഴും നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം കോഴ്സുകൾ പഠിക്കുമ്പോൾ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് അവരവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടുതലും ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഓക്കെ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് ചെയ്യുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഔട്ട് പേഷ്യന്റ് പ്രവർത്തിക്കുന്ന എല്ലാവിധ സ്റ്റാഫുകൾക്കും വേണ്ട സൂപ്പർവിഷൻ മുഴുവൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? OPD എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ പോർട്ടുകൾ നമ്മൾ വായിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ വേണമെങ്കിൽ പോയിന്റ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ച് വായിച്ചു നോക്കി, പേഷ്യന്റ് കൗൺസിലറിന്റെ പോയിന്റ്സ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് കിടക്കാം. ഓക്കെ, വായിച്ചു നോക്കിക്കോ. നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് കടക്കാം. അടുത്തതാണ് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ജോബ്സ്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം നോൺ ക്ലിനിക്കൽ ജോബുകളാണ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളാണ്. അപ്പോ ഇത്തരം ജോലികൾ ചെയ്യുന്നതിനായിട്ട് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത്തരം സ്കില്ലുകൾ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സ്കില്ലുകളാണ്. ഈ പറയുന്ന സ്കില്ലുകൾ എല്ലാവർക്കും ഉള്ള സ്കില്ലുകളാണ്. ഇത് എന്ത് ചെയ്താൽ മതി, ജോലിക്ക് കയറുന്ന സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ബേസിക് സ്കിൽസ്. ഓക്കെ, non-clinical staff in hospitals need a range of skills to effectively do their roles. Some key skills for the non-clinical staff in hospitals consist of
അല്ലെ? നമുക്കറിയാം ശരിക്കും ക്ലിനിക്കൽ സ്റ്റാഫുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കാണ് ഒരുപാട് റേഞ്ച് ഓഫ് സ്കില്ലുകൾ ഉണ്ടായിരിക്കേണ്ടത് അല്ലെ? ഒന്ന് ആലോചിച്ചാൽ ശരിയാണ്. ക്ലിനിക്കൽ സ്റ്റാഫുകൾ പറയുമ്പോൾ അവർ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഡോക്ടർ, നഴ്സ് ഒക്കെ അങ്ങനെയാണ് അല്ലെ? അതേസമയം നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അല്ലെ? ഒരുപാട് ആളുകളായിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. പല വിധത്തിലുള്ള സാഹചര്യങ്ങളുമായിട്ട് അവര് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് പല രീതിയിലുള്ള സ്കില്ലുകൾ അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ അതിന് വേണ്ട സ്കില്ലുകൾ കുറച്ച് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10 പോയിന്റ് ആണ് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. പക്ഷെ 10 എന്ന് പറഞ്ഞാൽ അത്രയും സ്കില്ലുകൾ മാത്രമല്ല കേട്ടോ. അവിടെ ഏതാനും ചില സ്കില്ലുകൾ മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് സ്കില്ലുകൾ ആവശ്യമാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് 10 കേട്ടോ. അപ്പൊ ഏതൊക്കെ സ്കില്ലുകളാണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കസ്റ്റമർ സർവീസ് സ്കിൽസ്, ഓർഗനൈസേഷണൽ സ്കിൽസ്, ടെക്നോളജി സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, ടീംവർക്ക് ആൻഡ് കൊളാബറേഷൻ, adaptability, empathy and compassion, cultural competence. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരേണ്ട സ്കില്ലുകളാണ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് കേട്ടോ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ ദ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു effectively interact with the patients, visitors and other staff members. അല്ലെ? ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് നമ്മളിപ്പോ 5 പേരെ കുറിച്ച് പഠിച്ചു അല്ലെ? ഇനിയുണ്ട്, ഒരുപാട് പേരുണ്ട്. 5 പേരുടെയാണ് പഠിച്ചത്. ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് പേഷ്യൻസ് ആയിട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന മറ്റ് വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവിടെ നിന്നുള്ള സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇടയിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ലാംഗ്വേജുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രമല്ല, നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടെ വേണം. നമുക്കിപ്പോ ഒരുപാട് ലാംഗ്വേജ് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, മനസ്സിലാക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവുന്നില്ല. നമ്മൾ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം. ഇവിടെയാണ് ആ ഒരു സ്കില്ല് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. ഓക്കെ, they should be able to communicate clearly and empathetically both verbally and in writing. കേട്ടോ, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം? വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെ? വളരെ വ്യക്തമായിരിക്കണം. അതുപോലെ വളരെ എംപതറ്റിക് ആയിട്ട് വേണം, വളരെ സഹാനുഭൂതിയോടുകൂടി വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് പേഷ്യൻസ് ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് തന്നെ വളരെ എംപതറ്റിക് ആയിട്ട് വേണം അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മള് ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്, നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിലും വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എത്ര ആയിക്കൊള്ളട്ടെ, വളരെ വളരെ ക്ലിയർ ആയിട്ട്, വളരെ ലെജിബിൾ ആയിട്ട്, വളരെ എംപതറ്റിക് ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഇല്ലേ? ഇപ്പൊ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്, അതുകൂടാതെ നമ്മൾ എന്താണ് റിട്ടേൺ ഫോമിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇമെയിൽസ് അയക്കുന്നുണ്ട്, ലെറ്റേഴ്സ് ത്രൂ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഫാക്സ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സജഷൻ ബോക്സുകൾ വഴി നമ്മൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ ലെജിബിൾ ആയിരിക്കണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, കസ്റ്റമർ സർവീസ് സ്കിൽസ് കേട്ടോ. കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് അല്ലെ, അവിടുത്തെ വിസിറ്റേഴ്സ്, അവരൊക്കെയാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഏറ്റവും നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിനുള്ളൊരു സ്കില്ലും ഉണ്ടായിരിക്കണം അല്ലെ. കസ്റ്റമർ സർവീസ് സ്കിൽസ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓപ്പൺ ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവര് ഫസ്റ്റ് കോണ്ടാക്റ്റിന് വരുന്നവര് ആരാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളായിട്ടാണ്. അതായത് ഒരു പേഷ്യന്റോ ഒരു വിസിറ്ററോ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആദ്യം ഡോക്ടറെയാണ് അവര് പോയി കാണുന്നത് അല്ല. ആദ്യം അവര് വരുമ്പോ തന്നെ ഫസ്റ്റ് അവര് മീറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ they should maintain excellent customer service skill. അതൊരു നല്ല ഒരു കസ്റ്റമർ സർവീസ് സ്കിൽ അവര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഒരു നല്ല കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്? which include the ability to be calm and composed in a difficult situations. എത്ര ഡിഫിക്കൽട്ട് സാഹചര്യം, എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും വളരെ കാം ആയിട്ട്, വളരെ ശാന്തമായിട്ട് അല്ലെ, വളരെ എന്താ പറയാ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. വളരെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ മൗനം കാണിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അധികം ടെൻഷൻ ആവാതെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ
ഹാൻഡിൽ ഇൻക്വയറീസ് ആൻഡ് കംപ്ലൈൻറ്റ്സ് അല്ലെ. ഈ പറയുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, മറ്റു പൊതുജനങ്ങളിൽ നിന്നൊക്കെ വരുന്ന എല്ലാവിധ പരാതികളെയും അന്വേഷണങ്ങളെയും ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ആൻഡ് ടു പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്. അതിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഗ്രീറ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതാണ് അവിടെ കസ്റ്റമർ സർവീസ് സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. അടുത്തത് മൂന്നാമത്തത് ഓർഗനൈസേഷണൽ സ്കിൽസ് ആണ്. ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയുന്നത് സംഘാടന മികവാണ്, പ്രത്യേക കഴിവ് തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മള് എന്തെങ്കിലും പ്രോഗ്രാമുകളോ അല്ലെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ആ പ്രോഗ്രാം വളരെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ ചില പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ സമയത്ത് തുടങ്ങുന്നില്ല, പറഞ്ഞ സമയത്ത് തീരില്ല, എനിക്ക് വരുമ്പോൾ എന്താണ് അതൊരു സംഘാടനത്തിലുള്ള ഒരു പോരായ്മകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ഈ സംഘാടന മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഗനൈസേഷണൽ സ്കിൽസ്. Hospitals are fast-paced environments with a lot of tasks and responsibilities. Non-clinical staff should have a strong organizational skills to manage their workload, prioritize tasks, and meet the deadlines. അപ്പോ അറിയാലോ, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അവിടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസുകളൊക്കെ ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണല്ലോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് നല്ലൊരു സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കില്ലുകള്, നല്ലൊരു സംഘാടന മികവ് അവർക്ക് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാനേജ് ദെയർ വർക്ക് ലോഡ് അല്ലെ, അവരുടെ ജോലി ഭാരം അല്ലെ, അവരുടെ വർക്ക് ലോഡ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാനും, പ്രയോറിറ്റൈസ് ടാസ്ക്, അതായത് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ടാസ്കുകൾ വരും, പക്ഷെ നമ്മൾ അതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ചില ടാസ്കുകൾ അത് ആദ്യം നമ്മൾ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രവർത്തനങ്ങളൊക്കെ ആകെ പെൻഡിങ്ങും കാര്യങ്ങളും വരും. ഒരുപാട് ടാസ്കുകൾ വരുമ്പോൾ നമുക്ക് എല്ലാം ചിലപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കൂടുതൽ പ്രയോറിറ്റി ഉള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യാം, അത് ആദ്യം നമ്മൾ ചെയ്യാം അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രയോറിറ്റൈസ്ഡ് ടാസ്ക് ആൻഡ് മീറ്റ് ഡെഡ് ലൈൻസ്. അങ്ങനെ ആ ഒരു ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ പറഞ്ഞ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ അല്ലെ. കാര്യം ഹോസ്പിറ്റലിൽ വളരെയധികം ടാസ്കുകളും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ആ വർക്ക് ലോഡ് അധികം ആർക്കും വലിയൊരു വർക്ക് ലോഡ് വരാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് ആ കൃത്യമായിട്ടുള്ള ടൈം ബൗണ്ടറിക്കകത്തുള്ള ടൈം ലിമിറ്റിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ഓർഗനൈസേഷണൽ സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് ടെക്നോളജി സ്കില്ലാണ്, സാങ്കേതികമായിട്ടുള്ള കഴിവ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഇന്നിപ്പോ നമുക്കറിയാം ടെക്നോളജിയുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇന്നത്തെ നമ്മൾ ഇരിക്കുന്നത്, അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ടെക്നോളജി സ്കില്ല് വളരെ അത്യാവശ്യമാണ്. പ്രൊഫിഷ്യൻസി ഇൻ യൂസിംഗ് ദ ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ് and other healthcare technology is vital for non-clinical staff അല്ലെ. നമുക്കറിയാം ഈ പറയുന്ന പലതരത്തിലുള്ള, ഇപ്പൊ നമ്മൾ അടുത്തത് പഠിക്കുന്നത് HIMS ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ പലതരത്തിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസുകള്, അതുപോലെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, പണ്ടത്തെ പോലെ പേപ്പർ റെക്കോർഡുകൾ അല്ല ഇന്ന് അല്ലെ. പിന്നെ എന്താണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിലൂടെയാണ് ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസുകള്, അതുപോലെ മറ്റു പല ഹെൽത്ത് കെയർ ടെക്നോളജിയിലുള്ള ഒരു പ്രൊഫിഷ്യൻസി, പ്രാവീണ്യം, കഴിവ് എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ്. ഓക്കെ, മാത്രമല്ല ദേ ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി ആൻഡ് വില്ലിംഗ് ടു ലേൺ ന്യൂ സിസ്റ്റംസ് ആൻഡ് റിക്വയർഡ് കേട്ടോ. അവർ ഈ പറയുന്ന ടെക്നോളജിയുമായിട്ട് അവർ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്കറിയാം പുതിയ പുതിയ ടെക്നോളജികൾ വരും, പുതിയ ടൂൾസ് വരും. അപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി ടൂൾസ് ഒക്കെ ആയിട്ട് അവർ വളരെയധികം പൊരുത്തപ്പെട്ട് പോകണം, കംഫർട്ടബിൾ ആയിരിക്കണം. അത് മാത്രമല്ല പുതിയ പുതിയ സിസ്റ്റംസുകൾ അവര് ആവശ്യം വരുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ, ഇപ്പൊ പുതിയൊരു സോഫ്റ്റ്വെയർ സംവിധാനം ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പുതിയ സിസ്റ്റങ്ങളെ പറ്റി പഠിക്കാനുള്ള ഒരു വില്ലിങ്നെസ്, ഒരു മൈൻഡ്, ഒരു മനോഭാവം അവർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അതാണ് ടെക്നോളജി സ്കില്ല്. ഇതൊക്കെ നിങ്ങളുടെ പ്രാക്ടിക്കൽ, നിങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എന്താണ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് അല്ലെ. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, non-clinical staff may face various challenges and problems while executing their duties. The ability to think critically, evaluate situations,
and find adequate solutions if valuable in ensuring smooth operations and addressing issues promptly. അല്ലെ, അതായത് നമുക്കറിയാം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് നേരിട്ട് ഡയറക്റ്റ് പേഷ്യൻസ് ആയിട്ടും വിസിറ്റേഴ്സ് ആയിട്ടും ഡയറക്റ്റ് കോൺടാക്ട് വരുന്ന വ്യക്തികളാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ. അപ്പൊ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഇഷ്യൂസുകൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവർക്ക് എന്തിനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം, എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി, ക്രിട്ടിക്കൽ തിങ്കിങ്, വളരെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കാൻ. നമ്മളെ മാത്രമല്ല, നമ്മൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പല പ്രശ്നങ്ങളെ നമ്മൾ നോക്കി കാണണം അല്ലെ, രണ്ട് രീതിയിൽ പക്ഷപാതരഹിതമായ രീതിയിൽ അല്ലെ, അൺബയസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, വളരെ വിമർശനാത്മകമായിട്ട് ചിന്തിച്ച് ഇവാലുവേറ്റ് സിറ്റുവേഷൻ, ആ സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്തി അതിന് ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻസുകൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ, കണ്ടെത്തണം. അതോടൊപ്പം ഇൻ എൻഷുറിംഗ് സ്മൂത്ത് ഓപ്പറേഷൻസ് ആൻഡ് അഡ്രസ്സിംഗ് ഇഷ്യൂസ് പ്രോംപ്റ്റ്ലി, വളരെ പെട്ടെന്ന് തന്നെ ഇഷ്യൂസുകൾ വരുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ പ്രോംപ്റ്റ്ലി മീൻസ് വളരെ പെട്ടെന്ന് അതിനെ അഡ്രസ് ചെയ്തതിന് അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഒരു സുഗമമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉറപ്പുവരുത്തേണ്ടത് അങ്ങനെ ഒരു സ്കില്ല്, ദാറ്റ് മീൻസ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ആർക്ക് ഉണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് ആറാമത്തെ പോയിന്റ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. കോൺഫിഡൻഷ്യാലിറ്റി അറിയാലോ, അതായത് സ്വകാര്യതയും ധാർമ്മികതയും പറ്റിയാണ് പറയുന്നത്. നമ്മൾ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. ഓക്കെ, നിങ്ങൾക്കറിയാലോ രോഗിയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അവരുടെ സമ്മതമില്ലാതെയൊന്നും ഒരു കാരണവശാലും അവരുടെ വിവരങ്ങൾ പുറത്ത് റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രൈവസിക്ക് ഒരിക്കലും ബ്രീച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും എവിടെ നടക്കാനായിട്ട് പാടില്ല, ഹോസ്പിറ്റലിൽ നടക്കാനായിട്ട് പാടുള്ളതല്ല. അത് ഹോസ്പിറ്റലിന്റെ എത്തിക്സിന് തന്നെ മോശമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ കീപ്പ് ചെയ്യണം അല്ലെ, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ. ഒരു പേഷ്യന്റിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ ഇൻഫർമേഷൻസുകൾ എല്ലാം ആരുടെ കൈകളിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട്, ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഈ പറയുന്ന കോൺഫിഡൻഷ്യാലിറ്റിനെ പറ്റിയിട്ടും എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളാണ്, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകളാണ് അവർ പാസ് ചെയ്യുന്നത് അല്ലെ, അവർ ഹാൻഡിൽ ചെയ്യുന്നത്. സോ കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി, അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ സ്വകാര്യത കീപ്പ് ചെയ്തുകൊണ്ട് ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റ, അവരുടെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അവരുടെ ഡാറ്റകൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്കില്ല് ആർക്കുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് അവിടെ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു സ്കില്ല് എന്താണ് നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് അത്യാവശ്യമാണ്. ഓക്കെ, സെവൻത് പോയിന്റ് എന്താണ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ അല്ലെ. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ നോക്കാം. ഹോസ്പിറ്റൽസ് ആർ ദ ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ്സ് ദാറ്റ് നീഡ് കൊളാബറേഷൻ among various departments and staff members അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് അതൊരു ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ്സിലാണ് പ്രവർത്തിക്കുന്നത്. എന്താണ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അവിടെ അല്ലെ. ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ്സ് ആണ് എന്ന് വെച്ചാൽ ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെന്റുകൾ, ഒരുപാട് സ്റ്റാഫുകളും എല്ലാം ഉള്ളൊരു സെറ്റിംഗ്സിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൊളാബറേഷൻ എന്ന വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്, അപ്പൊ ഈ പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും സ്റ്റാഫ് മെമ്പേഴ്സിനിടയിൽ ഒരു നല്ലൊരു കൊളാബറേഷൻ, നല്ലൊരു കോപ്പറേഷൻ അവിടെ അത്യാവശ്യമാണ് അല്ലെ. അതുകൊണ്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ എൻ ഇഫക്റ്റീവ് മാനർ എസ് എ പാർട്ട് ഓഫ് എ ടീം. അപ്പൊ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഒരു ടീമിന്റെ ഭാഗമായിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു സ്കില്ല് ആർക്കുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് പോലീസ്, അതുപോലെ കൂടെയുള്ള പോലീസ് ആയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവിയോൺമെന്റ്, അതിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയാ അങ്ങനെ ഒരു സ്കില്ല്, ഒരു ടീം വർക്ക് അല്ലെ, ഒരു ടീമിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫ് മെമ്പേഴ്സിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സ്കില്ല് ആർക്കുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് വരുന്നത് എട്ടാമത്തെ പോയിന്റ് അഡാപ്റ്റബിലിറ്റി ആണ് കേട്ടോ. പൊരുത്തപ്പെട്ട് പോകാനുള്ള ഒരു കഴിവ്, അഡാപ്റ്റബിലിറ്റി അല്ലെ.
അപ്പൊ നോക്കിയേ, the healthcare industry is continually evolving and non-clinical staff should be adjustable to the changes in procedures, policies and technology. അല്ലെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാല് വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ മാറ്റങ്ങളിലൂടെ അല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്നും എല്ലായ്പ്പോഴും എല്ലാം സ്റ്റേബിൾ ആയിരിക്കില്ല. പോളിസികൾ മാറും, പ്രൊസീജിയറുകൾ മാറും, ടെക്നോളജി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം ഇത്തരത്തില് ഇങ്ങനെയുള്ള പ്രൊസീജിയറുകളില്, പോളിസികളില്, ടെക്നോളജിയിലൊക്കെ വരുന്ന ചേഞ്ചസുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് പോകുന്നതിനുള്ള ഒരു സ്കില്ല്, അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്തരം ഒരു സ്കിൽ ഉണ്ടായിരിക്കണം നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ മാത്രമല്ല വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. മാറ്റങ്ങൾ വരുന്ന മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് കേട്ടോ. They should be open to learning new skills and the approach is to remain updated in their roles. അതുപോലെ തന്നെ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കാനായിട്ട് അവർ വളരെയധികം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വളരെ പുതിയ സ്കില്ലുകൾ പഠിക്കണം അല്ലെ. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യണം? അവരുടെ റോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും പഴയ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾക്കൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം അല്ലെ. എങ്കിൽ മാത്രമേ അവരുടെ റോൾ അവർക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ 9ാമത്തെ പോയിന്റ് എംപതി ആൻഡ് കമ്പാഷൻ ആണ് കേട്ടോ. എംപതി ആൻഡ് കമ്പാഷൻ, അതായത് എംപതി അറിയാലോ, സഹാനുഭൂതി അല്ലെ, അനുകമ്പ അല്ലെ. കമ്പാഷൻ അത് തന്നെയാണ് മീനിങ് അല്ലെ. എംപതി ആൻഡ് കമ്പാഷൻ എന്താണ്? although non-clinical staff may not give direct medical care, they often interact with the patients who may be in difficulty or facing challenging situations അല്ലെ. നമുക്കറിയാലോ, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ അവർ ഡയറക്റ്റ് മെഡിക്കൽ കെയർ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഇത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്, പേഷ്യൻസ് ആയിട്ട് അല്ലെ. അപ്പൊ അത് പലതരത്തിലുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻസുകൾ ഫേസ് ചെയ്യുന്ന പേഷ്യൻസുകളെ, ആളുകളൊക്കെ ആയിട്ട് ഇവർക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം? ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, sympathy and sensitivity towards the patient's requirements and emotions is necessary for providing a supporting environment. അങ്ങനെ നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വളരെ എംപതറ്റിക് ആയിട്ട്, വളരെ സിംപതറ്റിക് ആയിട്ട്, അതുപോലെ പേഷ്യൻസിന്റെ ആവശ്യങ്ങള്, അവരുടെ ഇമോഷൻസിനോടൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ട്, എന്ന് വെച്ചാൽ അവരുടെ റിക്വയർമെന്റ്സിനെ നമ്മൾ കൂടുതൽ അവിടെ പരിഗണിക്കണം അല്ലെ. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് എൻവയോൺമെന്റ് കൊടുക്കണം അല്ലെ. എംപതറ്റിക് ആയിട്ടും സിംപതറ്റിക് ആയിട്ടും. സിമ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പതി തോന്നി, ദയ തോന്നി അല്ലെ, അതാണ്. എംപതി എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ജീവിതത്തിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് അവരെ നോക്കിക്കാണുമ്പോൾ സിമ്പതിയോടുകൂടി നമുക്ക് അവരെ നോക്കിക്കാണാം, അതൊരു സൈഡാണ്. പക്ഷെ അതേ അവസ്ഥ നമുക്കായിരുന്നു വന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ അതിന് ഹാൻഡിൽ ചെയ്യും എന്ന് ചിന്തിച്ചാൽ അത് എംപതറ്റിക് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ ഒരു ആൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഓക്കെ, എന്തൊക്കെ സിമ്പതി ഉണ്ടാവും നമുക്ക് അല്ലെ. കഷ്ടം തോന്നുന്നു, നമുക്ക് സഹായിക്കാൻ നമുക്കൊരു മനോഭാവം ഉണ്ടാവും. ചില ആളുകൾ പുറത്തു നിന്ന് മറ്റൊരാളെ വിലയിരുത്തുന്നത് ഈസിയായിരിക്കും, പക്ഷെ നമ്മൾക്കാണ് ആ ഒരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആളുകളോട് പറയില്ലേ, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇതിങ്ങനെ ഒക്കെയാണ് എന്നൊക്കെ നമ്മൾ പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയും കൂടി ചിന്തിക്കണം, എംപതറ്റിക് ആയിട്ട് ചിന്തിക്കണം. ആ ഒരു സിറ്റുവേഷൻ ഇൻ കേസ് നമ്മളിലാണ്, നമുക്കായിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ നോക്കിക്കാണും, ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എംപതറ്റിക് ആയിട്ടുള്ള ചിന്താഗതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതിനകത്ത് പറഞ്ഞത്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാല് കൾച്ചറൽ കോമ്പിറ്റൻസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാല് കൾച്ചറൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്. പല പശ്ചാത്തലങ്ങളിലുള്ള അല്ലെ, പല തരത്തിലുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ ബിലീഫ്സുകൾ ഉണ്ട്, വാല്യൂസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെയെല്ലാം തന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, അതിനെയെല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ സേവനങ്ങൾ കൊടുക്കാനുള്ളത്. അല്ലാണ്ട് ആരെയും അവിടെ ഒരു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അല്ലെ, പല വിധത്തിലുള്ള ആളുകളുണ്ട്. പലർക്കും അവരുടേതായ ബിലീഫ്സ് ഉണ്ടാവും അല്ലെ, വാല്യൂസും ഒക്കെയുള്ള ആളുകളാണ്. അപ്പൊ ഒന്നിനെയും നമ്മൾ എല്ലാത്തിനും ഒരുപോലെ കാണാം, എല്ലാത്തിനും അതിൻ്റെതായ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കാനുള്ളൊരു സ്കില്ല് നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് അത്യാവശ്യമാണ്. അതാണ് അവിടെ പറയുന്നത് കൾച്ചറൽ കോമ്പിറ്റൻസ്. Hospital serves diverse patient population with different cultural backgrounds. Okay,
Non-clinical staff should possess cultural competences. അതുകൊണ്ട് തന്നെ ഒരു കൾച്ചറൽ കോമ്പീറ്റൻസ് സ്കില്ല അവർക്ക് ഉണ്ടാക്കണം. വെച്ചാൽ എല്ലാ സംസ്കാരങ്ങളുമായിട്ട് അതിനെ മനസ്സിലാക്കാനും അതിനെ റെസ്പെക്ട് ചെയ്യാനുള്ള അതൊരു സ്കില്ലാണ്. എല്ലാവർക്കും ചിലത് സാധിച്ചൊന്നും വരില്ല. ചിലർക്ക് പേഴ്സണലി പല വിയോജിപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ എക്സ്പെക്ട് ചെയ്യരുത്. അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് വാരിയസ് കൾച്ചറൽ പ്രാക്ടീസസ്. പലതരത്തിലുള്ള കൾച്ചറൽ പ്രാക്ടീസസുകളെ റെസ്പെക്ട് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കണം. അതുപോലെ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്, അവരുടെ വിശ്വാസങ്ങള്, അവരുടെ മൂല്യങ്ങള്, അതെല്ലാം തന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ടു ഗീവ് ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റേർഡ് കെയർ, വളരെ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള നല്ല സേവനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അതാണ് അവരുടെ കൾച്ചറൽ കോമ്പീറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി these are just some of the skills that a non-clinical staff in hospitals should possess to contribute to the efficient functioning of a healthcare facility and provide the excellent support to patients and the clinical staff. ഇതിൽ ഏതാനും ചില സ്കില്ലുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരുപാട് സ്കില്ലുകളുണ്ട്. ഓക്കെ ആണോ? ഇത്രയും സ്കില്ലുകൾ ഓർത്ത് വെക്കുക. നിങ്ങൾ ആ പോയിന്റ് മാത്രം പഠിക്കുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് സ്കില്ല്, ഓർഗനൈസേഷണൽ സ്കില്ല്, ടെക്നോളജി സ്കില്ല്, problem solving skill, confidentiality and ethics, teamwork and collaboration, adaptability, empathy and compassion and cultural competence. Okay ആണോ? മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കേണ്ട. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അതോടുകൂടി ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. അത് ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ അത് ലാസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ചാപ്റ്റർ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മൊഡ്യൂൾ 4-ന്റെ 8ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് കേട്ടോ. HIS. ഓക്കെ, HIS ബേസിക് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഓക്കെ, വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ചാപ്റ്റർ ആണ്. കുറച്ച് ട്രൈ ആയിട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാം. പക്ഷെ എളുപ്പമാണ് കേട്ടോ. കാര്യങ്ങളൊന്നും ഒരുപാട് കണ്ടന്റുകളൊന്നും ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ളൂ. അപ്പൊ തുടങ്ങുകയല്ലേ നമ്മള്? ഓക്കെ, അപ്പോ ആദ്യം തന്നെ ചെറിയൊരു ഐഡിയ തരാം. ഐഡിയ തന്ന് വായിക്കുമ്പോൾ എളുപ്പമാണ് സംഭവം കേട്ടോ. ഒന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ HIS എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നതല്ല ശരിക്കും അല്ലെ? മുന്നേ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ലബോറട്ടറി സർവീസസ് പഠിച്ചു കഴിഞ്ഞപ്പോ ആണ് നോക്കുന്നത് അല്ലെ? ഓക്കെ, ലബോറട്ടറി സർവീസസ് എടുത്തപ്പോ അതിൽ HIS-നെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട്. LIS-നെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ഒരു പോയിന്റിൽ ഇങ്ങനെ വായിച്ചു കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അതെല്ലാം കേൾക്കുന്നതാണോ? അല്ല അല്ലെ? എന്താണ് ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടം പോലെയല്ല അല്ലെ? ഇന്നിപ്പോ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും എല്ലാം എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിലൂടെയാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെ? കാര്യം എന്താണ്? ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങള് ഒക്കെ വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? പണ്ട് നമ്മള് മാനുവലി ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പൊ നമ്മൾ സിസ്റ്റത്തിലൂടെയാണ്, ത്രൂ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അങ്ങനെ സിസ്റ്റത്തിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും അല്ലെ? മാനുവലി ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റി? ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റി.
അങ്ങനെ നമുക്ക് ഈ സേവ് ചെയ്യാൻ പറ്റിയപ്പോ ടൈം കുറെയൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റുമ്പോ ആ സേവ് ചെയ്ത് കിട്ടുന്ന ടൈം നമുക്ക് കൂടുതൽ എന്താണ് പേഷ്യന്റിന്റെ പരിചരണത്തിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. പേഷ്യന്റിന്റെ പരിചരണത്തിന് കൂടുതൽ സമയം നമുക്ക് എന്താണ് പ്രയോജനപ്പെടുത്താൻ പറ്റുമ്പോ നല്ല ക്വാളിറ്റി സർവീസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുമ്പോൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടും പറ്റും. അപ്പൊ എല്ലാം സെറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ മാനുവലി ചെയ്യുന്ന എന്താ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്, ലേബർ കോസ്റ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ എററുകളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഇന്ന് അങ്ങനെയുള്ള ഇഷ്യൂസ് വല്ലതും ഉണ്ടാവും? ഇല്ല. എല്ലാ കാര്യങ്ങളും എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിലൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു വിരൽ തുമ്പിൽ നമുക്ക് കാര്യങ്ങൾ കയ്യിലെത്തും അല്ലെ. നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഒരു വിരൽ തുമ്പിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അത് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന മെയിൻ കാര്യം ഇത്രയും കേട്ടോ. അതാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ. അപ്പോ ഇവിടെ നമ്മൾ ഓരോ പർപ്പസിനും നമ്മൾ ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ അവിടെ പഠിച്ചപ്പോ ഈ പറയുന്ന ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. ലാബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് അതിനു വേണ്ടി പ്രത്യേകം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. അതുപോലെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മുടെ എക്സ്റേ സ്കാനിങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് അതിനു വേണ്ടി പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. അതുപോലെ രോഗികളുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട്, അവരുടെ ബില്ലുകളുടെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താ പറയാ ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ ബില്ലുകളുടെ കാര്യം പറഞ്ഞു ഒരുപാട് ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോരോ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും ആകെ തുകയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ HIS എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. വളരെ എന്താ പറയാ സമഗ്രമായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. അതെന്താ ചെയ്യുന്നത്? ദാറ്റ് മാനേജസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ പേഷ്യന്റ് കെയർ. അതായത് ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. എന്താണ് ഷെഡ്യൂളിംഗ് ദെയർ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ഡയഗ്നോസിസ്, അവരുടെ രോഗനിർണയങ്ങൾ, അതുപോലെ ട്രാക്കിംഗ് മെഡിക്കേഷൻസ് അല്ലെ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസിനെ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യാം. അവരുടെ ബില്ലിങ്, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് അല്ലെ, ഇങ്ങനെ ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വളരെയധികം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിയോ? ആ ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ വളരെയധികം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി, ടൈം സേവ് ചെയ്യാൻ പറ്റി. ടൈം സേവ് ചെയ്യുമ്പോൾ അത്രയും സേവ് ചെയ്യുന്ന ടൈം നമുക്ക് കൂടുതൽ പേഷ്യന്റ് കെയറിലേക്ക് കൊടുക്കാൻ പറ്റി. പേഷ്യന്റ് കൂടുതൽ കെയർ കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റി. നല്ല ക്വാളിറ്റി സർവീസിലൂടെ നമുക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയാണ് വരുന്ന കാര്യങ്ങൾ. തന്നെ നമുക്ക് വായിക്കാം. ഇനി വായിച്ചാൽ എളുപ്പം മനസ്സിലാവും കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കാം. Hospital information systems provide a general source of information about the patient's health history and the doctor's scheduled timing. Okay, രണ്ട് പോയിന്റ് വെച്ച് അവർ ഒതുക്കി പറഞ്ഞിട്ടാണ്. പക്ഷെ നമുക്കറിയാം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റം ആണെന്ന് നമുക്കറിയാം അല്ലെ. ഈ പറയുന്ന ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററികള്, അതുപോലെ ഡോക്ടേഴ്സിന്റെ ടൈം ഷെഡ്യൂളുകള്, അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല, പേഷ്യന്റിന്റെ കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതിനെല്ലാത്തിനുമുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന HIS സംവിധാനങ്ങളാണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇത് കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളാണ് കേട്ടോ. The system must keep the data in a secure place and control who can get the data in certain situations. അപ്പോ നമുക്ക് എന്താണ് ഇത്തരം സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാല് അവിടെ പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും ഡാറ്റകളും വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ പേപ്പർ റെക്കോർഡുകൾ, പേപ്പർ ഫയലുകളൊക്കെ ആണെങ്കിൽ അത് ഓരോ കീഴിൽ പോവാനും അല്ലെ നഷ്ടപ്പെട്ടു പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം നമ്മൾ സിസ്റ്റത്തിലാവുമ്പോഴോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറ്റേ ടൈമിൽ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും റിട്രീവ് ചെയ്യാം, ഒരിക്കലും നശിച്ചു പോകില്ല ഡാറ്റകൾ അല്ലെ. അപ്പൊ ആ രീതിയിൽ ഡാറ്റകളൊക്കെ വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
ആൻഡ് കൺട്രോൾ ഹു ക്യാൻ ഗെറ്റ് ദ ഡാറ്റ ഇൻ സർട്ടൈൻ സിറ്റുവേഷൻ. അതുപോലെ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ ആർക്കൊക്കെ അത്തരം ഡാറ്റകൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഈ പറയുന്ന ഒരു സിസ്റ്റം നമ്മളെ സഹായിക്കുന്നത് കേട്ടോ. എത്രയുള്ളൂ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കോംപ്രിഹെൻസീവ് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് മാനേജസ് that manages all aspects of the patient care. That's called a hospital information system. ഇനി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS എന്ന് പറയാം, മറ്റു പേരുകളൊക്കെ ഒന്ന് പഠിച്ചിരിക്കാം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം HMIS അല്ലെങ്കിൽ HIMS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റമോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റമോ, ഇനി മാനേജ്മെന്റ് പറയാതെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പല പേരുകളിലും ഇത് പറയാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അടുത്തത് ഒന്ന് ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം is a computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. Underline ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിലുള്ള ക്ലിനിക്കൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്, ലബോറട്ടറി, അതുപോലെ ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ പ്രൊവൈഡിങ് ക്വാളിറ്റി ഹെൽത്ത് കെയർ ടു ദ പേഷ്യന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അവിടെ കേട്ടോ. അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവർക്ക് കൂടുതൽ എന്താണ് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട്, പേഷ്യൻസിന് കൊടുക്കാനായിട്ട് അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റി, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി. കാര്യം എന്താണ്, പണ്ടത്തെ പോലെ എല്ലാവരും മാനുവലി അല്ല എന്തിപ്പോ ചെയ്യുന്നത് അല്ലെ. ഇത്തരം HI സംവിധാനങ്ങളിലൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ കൂടെ പ്രവർത്തനങ്ങൾ അവിടെ സ്മൂത്താണ് അല്ലെ, കുറെ കൂടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റി കെയർ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, അത്രയേറെ പ്രാധാന്യം ആർക്കുണ്ട്, HIS-ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത്, എ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഡിസൈനിങ് ദയർ ഓപ്പറേഷൻസ് including managing patient health records, appointments, billing, diagnostics and much more. അതായത് വീണ്ടും ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഈ പറയുന്ന മാനേജിങ് പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സ്, അതായത് EMR-ന്റെ ഫുൾ ഫോം എന്താണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. എഴുതി വെക്കുക കേട്ടോ, അറിയാത്തവർ എഴുതി വെക്കുക കേട്ടോ, അറിയുന്നവരെ എഴുതി വെക്കണ്ട, അറിയാത്തവരെ എഴുതി വെക്കാം. EMR എന്താണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, ഓർ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെ. മെഡിക്കൽ റെക്കോർഡിന് തന്നെ നമ്മൾ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയൂ അല്ലെ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അഥവാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കേട്ടോ. അപ്പോ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകള്, പിന്നെ അപ്പോയിന്റ്മെന്റുകള് അല്ലെ. അപ്പോയിന്റ്മെന്റ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് മാത്രമല്ല, ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മെഡിക്കൽ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞപ്പോ ഡോക്ടേഴ്സിന്റെ കലണ്ടേഴ്സ് അനുസരിച്ചുകൊണ്ട് അവരുടെ ടൈമൊന്നും നമ്മൾ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകള്, ബില്ലിങ്ങുകള്, പിന്നെ ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക്സ്, റേഡിയോളജി, ലബോറട്ടറി, അങ്ങനെ അതിലേറെ കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സഹായിക്കുന്നത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ്. അതായത് ഹെൽത്ത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു റോളാണ് പറയുന്നത്. The major role of HIMS is to record the information on health events and verify the quality of services at different levels of health care. Underline ചെയ്ത റോൾ ഓഫ് HIMS കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു മേജർ റോൾ എന്ന് പറയുന്നത് എന്താണ്,
to record the information on the health events. അല്ലെ, ഈ പറയുന്ന ഹെൽത്ത് ഇവന്റ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ എന്ത് ചെയ്ത് വെക്കാം, റെക്കോർഡ് ചെയ്ത് വെക്കാം. റെക്കോർഡ് ചെയ്ത് വെക്കുക മാത്രമല്ല, and verify the quality of services at the different levels of health care. നമ്മളുടെ ഹെൽത്ത് കെയറിന്റെ അല്ലെ, നമ്മുടെ ആരോഗ്യ പരിചരണത്തിന്റെ വിവിധ തലങ്ങളില് വളരെ ക്വാളിറ്റി ഉള്ള സർവീസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വെരിഫൈ ചെയ്യാന്നുള്ളതാണ് HIMSന്റെ ഒരു മേജർ റോൾ ആയിട്ട് പറയുന്നത്. അല്ലെ, നമ്മൾ ഈ ഇത്തരം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ നമ്മൾ എന്താ ശരിക്കും ചെയ്തു വെക്കണേ, ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അല്ലെ, ഡാറ്റകളെല്ലാം നമ്മൾ ഒരുപാട് ആളുകളുടെ ഡാറ്റകൾ നമ്മൾ പല വിധത്തിലുള്ള ഹെൽത്ത് ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്ത് വെക്കുകയാണ്, ഈ പറയുന്ന പോലെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അല്ലെ, അതുപോലെ എല്ലാ ഈ പറയുന്ന ഹെൽത്ത് കെയറിന്റെ എല്ലാ ലെവലുകളിലും നല്ല ക്വാളിറ്റി സർവീസുകൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് നമ്മൾ അതിലൂടെ വെരിഫൈ ചെയ്യുന്നില്ല. അല്ലെ, ഓക്കെ, ഇനി നോക്കാം. The importance of patient evaluation is a part of the concept of giving importance to the patient user in developing the quality of health services. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കണം. നമ്മൾ മറ്റേ ക്വാളിറ്റി മാനേജ്മെന്റ് പറഞ്ഞപ്പോ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ എന്താണ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്ന് പറയണമെങ്കിൽ നമ്മൾ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സേവനങ്ങൾ കൊടുക്കുമ്പോഴാണ് അതൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് കേട്ടോ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് അതിലൂടെ പേഷ്യന്റിന്റെ സംതൃപ്തി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചത്? ത്രൂ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. അല്ലെ, നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആശയവിനിമയത്തിനും അതുപോലെ തന്നെ ഗ്രേറ്റർ പ്രൊവൈഡഡ് സെൻസിറ്റിവിറ്റി ടുവേഴ്സ് പേഷ്യന്റ്. അതുപോലെ പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളെ ശരിയായ രീതിയിൽ സെക്യൂർ ചെയ്തുകൊണ്ടും ഇംപ്രൂവ്ഡ് കമ്മ്യൂണിറ്റി അവയർനെസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് സർവീസസ്. അല്ലെ, ഈ ക്വാളിറ്റി സർവീസസിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് നല്ലൊരു മെച്ചപ്പെട്ട അവയർനെസ് കൊടുക്കാൻ സാധിച്ചതിലൂടെയും ആൻഡ് ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് സർവീസ് ഹെൽത്ത് സിസ്റ്റം, മൊത്തത്തിൽ നമുക്ക് ഹെൽത്ത് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിച്ചു, HIMSലൂടെ സാധിച്ചു. ഓക്കെ, HIMSലൂടെ അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് പറയുന്നത്. കാരണം പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ഇംപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും കമ്മ്യൂണിറ്റിയിൽ ക്വാളിറ്റി സർവീസസിനെ പറ്റി അവയർനെസ് കൊടുക്കാനും ഓവറോൾ നമുക്ക് ഹെൽത്ത് സിസ്റ്റത്തിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും HIMSലൂടെ സാധിച്ചു. ഓക്കെ, ഇനി അടുത്തതൊരു ഡെഫിനേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇസ് എ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഓഫ് പേഷ്യൻസ് ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്താണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസുകൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഡിജിറ്റൈസ്ഡ് സംവിധാനത്തിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം ചെയ്യാട്ടോ. What is the healthcare management software? It is a digitized system that helps in controlling the health information of patients in a healthcare facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസിന്റെ ആരോഗ്യ വിവരങ്ങള് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഡിജിറ്റൈസ്ഡ് സംവിധാനത്തിനെയാണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ വേറെ ചോദ്യങ്ങളൊന്നും വരാനില്ല. ഈ HIMS ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ വർക്കിന്റെ ഒരു പിക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിനകത്ത് വേറെ ചോദ്യങ്ങളില്ല. കാരണം എല്ലാം HIMSലൂടെ നടക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ആ പിക്ചർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്നിട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇത്രയും ഭാഗങ്ങള് വായിക്കണോ കേട്ടോ. പ്രത്യേകിച്ച് ഈ HIMS എന്ന് പറയുന്ന ചാപ്റ്റർ ചില ഭാഗങ്ങൾ കുറച്ച് ഡ്രൈ ആണ്. അപ്പൊ ഇന്നെടുത്ത ഭാഗങ്ങൾ മനസ്സിരുത്തി വായിച്ച് ക്ലിയർ ചെയ്ത് വെക്കണം. അത് തറോ ആയെങ്കിൽ മാത്രമേ ബാക്കി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈകിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് മൺഡേ ക്ലാസ്. താങ്ക് യു.